നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 2025 ഓഗസ്റ്റ് 11 പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് 450 മീറ്റർ നീളത്തിൽ ഭാരതപ്പുഴയോരത്ത് സംരക്ഷണ ഭിത്തി. നഗരസഭയുടെ സുപ്രധാന പദ്ധതിയുടെ നിർവഹണ ഏജൻസി മൈനർ ഇറിഗേഷൻ. കർക്കിടക വാവിലെ പിതൃതർപ്പണ ക്രിയകൾക്കായി വിവിധ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തും വിപുലമായ ഒരുക്കങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ക്രിയകൾക്കായി എത്തുക നൂറുകണക്കിന് ആളുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും 4 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സംയുക്ത പരിശോധനയിൽ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവേചനപരമായ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കോട്ടായി ശാസ്താപുരം ഇറക്കം അപകട മേഖലയായതായി പരാതി. ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വീതി കുറവും വളവുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ. പ്രദേശത്ത് സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും അപകട മേഖലാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. സംരക്ഷണ ഭിത്തി കെട്ടുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ 2024-25 ഒരു സുപ്രധാന പദ്ധതിയാണ് ഇത്. 2025 ഓഗസ്റ്റ് 11 തിങ്കളാഴ്ചയായിരുന്നു ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ശിലാസ്ഥാപനം നടത്തിയത്. ഇന്ന് 2026 ഓഗസ്റ്റ് 11 പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു വർഷം തികയുന്നു. ഇപ്പോഴും ആദ്യഘട്ടം പൂർത്തിയായിട്ടില്ല. ഇടയ്ക്ക് പ്രവൃത്തികൾ നടക്കാറുമില്ല. അതേസമയം ഇപ്പോൾ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിന്റെ അവസാനഘട്ട പ്രവൃത്തികളാണ് നടക്കുന്നത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ 2024-25 സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തയ്യാറാക്കിയിട്ടുള്ള നിള റിവർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പ്രൊജക്ടിലെ ഈ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നിർവഹണ ഏജൻസി. ഷൊർണൂർ നഗരസഭയുടെ ഒരു സുപ്രധാന പദ്ധതി കൂടിയാണിത്. ആദ്യഘട്ടത്തിൽ പുഴയോരത്ത് കരിങ്കൽ കൊണ്ട് സംരക്ഷണ ഭിത്തി തയ്യാറാക്കുന്ന പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത്. ഈയിടെ പ്രവൃത്തികൾ നിർത്തിവച്ചത് ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടായിരുന്നുവെന്ന് കമ്പനി അധികൃതർ പറയുന്നു. അതിനുശേഷം പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിന്റെ പ്രവൃത്തികളുടെ അവസാന ഘട്ടമാണിപ്പോഴെന്നും കമ്പനി അധികൃതർ പറയുന്നു. കൃത്യമായ അടിത്തറ ഒരുക്കി 450 മീറ്റർ നീളത്തിലാണ് സംരക്ഷണ ഭിത്തി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ അവസാനവട്ട മിനുക്കുപണികളാണ് നടക്കുന്നത്. PG കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല. രണ്ടാം ഘട്ടത്തിലാണ് മറ്റു സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. കർക്കിടക വാവിലെ പിതൃതർപ്പണ ക്രിയകൾക്കായി വിവിധ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഷൊർണൂർ ശാന്തി തീരത്തിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയോരത്ത് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികളും നടപ്പാക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 ചടങ്ങുകൾ ആരംഭിക്കും. കർക്കിടകത്തിലെ വാവുബലി ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ്. വാവുബലിക്കുള്ള പിതൃതർപ്പണ ക്രിയകൾക്കായി വിവിധ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഷൊർണൂരിലെ ഭാരതപ്പുഴയോരത്തും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഷൊർണൂർ ശാന്തി തീരത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ക്രിയകൾ നടത്തുന്നത്. ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾ പാഴ്വസ്തുക്കൾ പെറുക്കൽ, പുല്ലുവെട്ടൽ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ശാന്തി തീരം ജീവനക്കാരുടെ നേതൃത്വത്തിൽ പുഴയോരത്ത് ബലിതർപ്പണ ക്രിയകൾ നടത്താൻ മണൽപ്പരപ്പ് സജ്ജീകരിക്കുന്ന പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട്. ഒരേ സമയം 150 പേർക്ക് ഇരുന്ന് ക്രിയ ചെയ്യാനാകും. പാർക്കിംഗ് സൗകര്യങ്ങളുടെ ഭാഗത്തും പുല്ലുവെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഭാരതപ്പുഴയോരത്ത് നടത്തിയിരിക്കുന്നത്. പുലർച്ചെ 4 വാവുബലി ചടങ്ങുകൾ ആരംഭിക്കും. 2 കർമ്മികൾ ഉണ്ടായിരിക്കും. ഏകദേശം 9:30-10 മണിയോടുകൂടി ബലിതർപ്പണ ക്രിയകൾ സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും 4 കിലോ കഞ്ചാവ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ പോലീസും RPFും സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ താമ്പരം മംഗലാപുരം എക്സ്പ്രസിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ പോലീസും RPFും സംയുക്തമായി പിടികൂടിയത്. 4 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്ത. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 എത്തിയ ട്രെയിനിലായിരുന്നു പരിശോധന നടത്തിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു, RPF SI ബാലസുബ്രഹ്മണ്യൻ, ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളായ മണികണ്ഠൻ, അനിൽകുമാർ, അബ്ദുൽ കലാം, മഗ്രീഷ് എന്നിവർക്ക് പുറമെ പോലീസുകാരായ പ്രശാന്ത്, ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവേചനപരമായ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ 7ാം വാർഡ് മെമ്പർ മാലതിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ലീവിലായതിനാൽ അദ്ദേഹം വന്നതിനു ശേഷം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് മുൻപ് നൽകിയ പരാതിയുടെ മറുപടി ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM ഉള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM വെള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KS ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM ഉള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ധർണയും സംഘടിപ്പിച്ചു. ഉള്ളൂർക്കര CPM ഓഫീസിൽ നിന്നും തുടങ്ങിയ മാർച്ചിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. CPM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KS ദിലീപ് ഉദ്ഘാടനം ചെയ്തു. മറിച്ച് ഭരണഘടന അസംബ്ലിയാണ് തീരുമാനിക്കുന്നത്. വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ ആലാപനം മതനിരപേക്ഷ ഇന്ത്യയിൽ വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഭരണഘടന അസംബ്ലിയാണ്. അതിനുശേഷമോ ലോകത്തിന് മുൻപിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞ മഹാമനുഷ്യരിൽ പ്രധാനിയായ ജവഹർലാൽ നെഹ്റു തന്നെ, കോൺഗ്രസിന്റെ നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ പറഞ്ഞത് ഈ വന്ദേ മാതരം പൂർണ്ണമായും ഇന്ത്യയിൽ ആലപിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നലെ മിനിഞ്ഞാന്നായി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒരു കുറിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു, ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി എല്ലായിടങ്ങളിലും ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണം എന്ന പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏത് കുട്ടിയോട് ആര് ചോദിച്ചാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്നതാര് എന്ന ചോദ്യത്തിന് പല കുഞ്ഞുങ്ങളും ഉത്തരം പറയുക ഇന്നും മഹാത്മാഗാന്ധി എന്ന്. വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം MH അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. മറ്റു നേതാക്കന്മാരായ KM ഹരിദാസ്, V രഘു, ഹക്കീം മാറ്റൂർ, A നസീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോട്ടായി ശാസ്താപുരം ഇറക്കം അപകട മേഖലയാകുന്നതായി പരാതി. ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വീതി കുറവും വളവുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും അപകട മേഖലാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശാസ്താപുരം മേജർ റോഡിൽ അയിലം ഗ്രാമം ഇറക്കത്തിൽ അപകടങ്ങൾ പെരുകുന്നു. ഞായറാഴ്ച രാവിലെ ചായ കുടിക്കാനായി കടയിലേക്ക് നടന്നു പോവുകയായിരുന്ന വയോധികനെ ഇവിടെ വെച്ച് വാഹനമിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി റോഡ് തുവരക്കാട് വീട്ടിൽ പരേതനായ അയ്യപ്പൻ നീലി ദമ്പതികളുടെ മകൻ 71 വയസ്സുള്ള ഗോപാലനെയാണ് ശാസ്താപുരം ആയിലം ഗ്രാമം ഇറക്കത്തിൽ മുറിവ് പറ്റി ഗുരുതരമായ അവസ്ഥയിൽ പാതയോരത്ത് കിടക്കുന്നത് കണ്ടത്. ഉടനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. അയിലം ഗ്രാമത്തിലും തോട്ടുപാലത്തിലും അപകടത്തുരുത്താണെന്ന് വ്യാപക പരാതിയുണ്ട്. നിരവധി വാഹനാപകടങ്ങളും യാത്രക്കാർക്ക് പരിക്കേറ്റതും മരണങ്ങളും ഇവിടെ ഉണ്ടായതായി പറയുന്നു. തോട് കയറിയുള്ള ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വീതി കുറവും വളവുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് പറയുന്നു. ഈ ഭാഗത്ത് റോഡിൽ സീബ്ര ലൈൻ സ്ഥാപിക്കുക, അപകട മേഖലയായി കാണിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുക, റിഫ്ലക്സ് ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ നടപടികളിലൂടെ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭാരതപ്പുഴയോരത്തുള്ള ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിൽ. ഈ മാസം 21-ന് പാർക്ക് ഉദ്ഘാടനം ചെയ്യും. P മാമിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയോരത്ത് കുട്ടികളുടെ പാർക്ക് നിലവിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കളി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാലും കൂടുതൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലും
പാർക്കിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്താൻ നഗരസഭ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഭരണസമിതിയാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പി മാമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്കിന്റെ നവീകരണം. കുറച്ചു മാസങ്ങളായി പാർക്ക് അടഞ്ഞുകിടക്കുകയായിരുന്നു. പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനാൽ കഴിഞ്ഞ വേനലവധിയിൽ കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കളിക്കാനായി കൂടുതൽ ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ബാത്റൂം സൗകര്യം, ഇരിപ്പിട സൗകര്യം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. പെയിന്റിംഗ് പ്രവർത്തനങ്ങളും താഴത്തെ കട്ട വിരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ മാസം 21-ന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പി മാമ്മിക്കുട്ടി MLA പാർക്കിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഹിരോഷിമ ദിനത്തിന്റെ സ്മരണാർത്ഥം സ്റ്റോപ്പ് വേൾഡ് വാർ 3 എന്ന പേരിൽ ആഗോള യുദ്ധവിരുദ്ധ നിശബ്ദ ബോധവൽക്കരണ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് യുവജന ഘടകമായ ഗുദാമുൽ അഹദിയ പാലക്കാട് ആൻഡ് തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് നേതാവ് താഹിർ അഹമ്മദും പാലക്കാട് ടൗൺ യുവജന വിഭാഗം നേതാവ് മൻസൂർ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്കര പഞ്ചായത്തിലെ കല്ലൂരിൽ കൂർക്ക കൃഷി ഇറക്കൽ സജീവമാകുന്നു. 2.5 അടി ഉയരത്തിൽ ഏരികൾ ആക്കിയാണ് കൂർക്ക നടുന്നത്. ശ്രീധര, നിധി, സുഫല എന്നീ ഇനത്തിൽപ്പെട്ട ഇനങ്ങളാണ് നടാനായി ഉപയോഗിക്കുന്നത്. വിത്ത് പാകി മുളപ്പിച്ച ശേഷം അതിന്റെ ഇലകളാണ് നടുന്നത്. 60-70 ദിവസങ്ങൾ കഴിഞ്ഞാൽ വയലറ്റ് നിറത്തിൽ പൂക്കൾ കണ്ടു തുടങ്ങും. 90-100 ദിവസങ്ങൾ പിന്നിട്ടാൽ ഇലകളിൽ മഞ്ഞപ്പ് രൂപപ്പെട്ടാൽ വിളവെടുപ്പ് തുടങ്ങും. പാലക്കാടൻ കൂർക്കയ്ക്ക് തൃശൂർ, എറണാകുളം ജില്ലകളിൽ വലിയ ഡിമാൻഡാണ്. കല്ലൂരിലെ കൂർക്കയ്ക്ക് അന്യ സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും ആവശ്യക്കാർ ഏറെയാണെന്ന് കർഷകർ പറയുന്നു. ചെറുകിട കർഷകരാണ് കൂർക്ക കൃഷി ചെയ്തു വരുന്നത്. നിരവധി പേർ പാട്ടത്തിനടുത്തും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജില്ലയിൽ തന്നെ പ്രധാനമായും കൂർക്ക കൃഷി ചെയ്യുന്നതും മങ്കര, കല്ലൂർ മേഖലയിലാണ്. 1ാം വിള കൂർക്കയും 2ാം വിള നെൽകൃഷിയും ചെയ്യാറുണ്ട്. പ്രതികൂല കാലാവസ്ഥ, കാട്ടുപന്നി ശല്യം, കീടബാധ എന്നിവ കാരണമാണ് കർഷകർ കൂർക്ക കൃഷിയിലേക്ക് തിരിയുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറയുന്നു. കൂർക്ക കൃഷി തുടങ്ങി. അയ്യർമല വനമേഖലയുടെ അടുത്ത പ്രദേശമായിരുന്നാൽ ഇവിടെ കാട്ടുപന്നി ശല്യം കൂടുതലാണ്. അതുമാത്രമല്ല, 2ാം വിള നെല്ല് കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞിട്ട് ഇനിയും പല കർഷകർക്കും പണം കിട്ടിയില്ല. അങ്ങനെ പല പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. ഈ ഭാഗത്ത് 1ാം വിള കൂർക്കയും 2ാം വിള നെൽകൃഷിയുമാണ് ചെയ്യുന്നത്. കോങ്ങാട് കേന്ദ്രീകരിച്ച് പച്ചക്കറി സംഭരണ കേന്ദ്രം സ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുഴുവൻ വീടുകളിലും വിഷരഹിത പച്ചക്കറി തോട്ടം പദ്ധതിയുടെ ഭാഗമായി മണ്ണൂർ പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ ഇനം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. വഴുതന, വെണ്ട, പച്ചമുളക്, തക്കാളി, കൊത്തമര, പയർ എന്നീ ഇനങ്ങളാണ് വിതരണം ചെയ്തത്. മണ്ണൂർ ചന്ദനപുരം അംഗൻവാടിയിൽ വെച്ച് നടന്ന പച്ചക്കറി തൈകളുടെ വിതരണം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ആരോഗ്യപരമായ ഒരു നാടായി മാറാനും വിഷം കൊണ്ട് പച്ചക്കറികളും പഴങ്ങളും വളരെയധികം ആളുകൾക്ക് രോഗം വരുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഈ സാഹചര്യം മാറ്റി ആളുകളിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ പ്രോത്സാഹിപ്പിക്കുവാൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. TC മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ M നൂർജഹാൻ, PA നബീസ, K ലതിക, ADS ഇന്ദിര, E ദേവയാനി എന്നിവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും വിഷരഹിത പച്ചക്കറി തോട്ടമൊരുക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൈ വിതരണം നടന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാൽ. ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്രിയകൾ ആരംഭിച്ചു. ഓഗസ്റ്റ് 11 മുതൽ 14 വരെയാണ് ചടങ്ങുകൾ. രാവിലെ 5:30 മുതൽ മഹാഗണപതി ഹോമം, ത്രികാല പൂജ, ഭഗത് സേവ, ഉഷപൂജ, സുദർശന ഹോമം, അഘോര ഹോമം, തൃഷ്ടുപ് ഹോമം, ഉച്ചപൂജ, ആവാഹന പൂജ എന്നിവയും വൈകിട്ട് 5:30 മുതൽ ത്രികാല പൂജ, ഭഗവത് സേവാ സമർപ്പണം, സാമൂഹിക ലളിത സഹസ്രനാമ ജപം, അത്താഴ പൂജ എന്നിവ നടന്നു. 12-ന് ബുധനാഴ്ച രാവിലെ 5:30 മുതൽ മഹാഗണപതി ഹോമം, ഉഷപൂജ, തിലകഹോമം, ദ്വാദശനാമം, പൂജ കഴുകിച്ചൂട്ട്, വിഷ്ണു സഹസ്രനാമ ജപം, ഉച്ചപൂജ എന്നിവയും വൈകിട്ട് 5:30 മുതൽ ഭഗവത് സേവ, സാമൂഹിക ലളിത സഹസ്രനാമ ജപം, അത്താഴ പൂജ എന്നിവയും നടക്കും. 13-ന് വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ മഹാഗണപതി ഹോമവും ഉഷപൂജ, തിലകഹോമം, കാൽകഴുകിച്ചൂട്ട്, പരദേവത പൂജ, സായുജ്യ പൂജ, ഉച്ചപൂജ, വൈകിട്ട് 5:30 മുതൽ ശുദ്ധിക്രിയകൾ, പ്രസാദ ശുദ്ധി, അസ്ത്രകലശം, രക്ഷോത്ലഹോമം, വാസ്തുഹോമം,
വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശം, ആടൽ, വാസ്തുപുണ്യാഹം, അത്താഴപൂജ എന്നിവയും നടക്കും. ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാവിലെ 5:30 മുതൽ മഹാഗണപതി ഹോമം, ഉഷപൂജ, ബിംബശുദ്ധീകരണ കലശപൂജ, ബിംബശുദ്ധി കലശാഭിഷേക പൂജ, പഞ്ചവിംശതി കലശം, ഉച്ചപൂജ, പഞ്ചവിശംതി കലശാഭിഷേകം, ആചാര്യദക്ഷിണ, പ്രസാദി വിതരണം എന്നിവയും നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. 2025 ഓഗസ്റ്റ് 11 പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു. ഒരിടവേളയ്ക്ക് ശേഷം പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് 450 മീറ്റർ നീളത്തിൽ ഭാരതപ്പുഴയോരത്ത് സംരക്ഷണ ഭിത്തി. നഗരസഭയുടെ സുപ്രധാന പദ്ധതിയുടെ നിർവഹണ ഏജൻസി മൈനർ ഇറിഗേഷൻ. കർക്കിടക വാവിലെ പിതൃതർപ്പണ ക്രിയകൾക്കായി വിവിധ സ്നാനഘട്ടങ്ങൾ ഒരുങ്ങി. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തും വിപുലമായ ഒരുക്കങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ക്രിയകൾക്കായി എത്തുക 100 കണക്കിന് ആളുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ട്രെയിനിൽ നിന്നും 4 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെയും RPFന്റെയും സംയുക്ത പരിശോധനയിൽ. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവേചനപരമായ നടപടിക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രതിമാസം 1000 രൂപ വീതം സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ CPM മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കോട്ടായി ശാസ്താപുരം ഇറക്കം അപകട മേഖലയായതായി പരാതി. ചെങ്കുത്തായ ഇറക്കവും റോഡിന്റെ വീതി കുറവും വളവുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ. പ്രദേശത്ത് സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും അപകട മേഖലാ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.